UFC-യുടെ ഇനി അങ്ങോട്ടുള്ള ടൈം ലൈൻ ഏറെക്കുറെ ഫിക്സ് ചെയ്തൊരു ഇവന്റ് ആയിരുന്നു UFC 315 ബിലാൽ മുഹമ്മദ് വേഴ്സസ് സ്റ്റേഡിയം. കാര്യം ഈ ഒരു ഫൈറ്റിന്റെ ഔട്ട്കം അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടും കുറച്ച് ദിവസങ്ങളായി. അതിന്റെ പ്രധാന കാര്യങ്ങളിലൊന്നും പറയുമ്പോഴത്തേക്ക് ഒരു പുകമറ പോലെയായിരുന്നു, ഒരു ക്ലാരിറ്റി വരുന്നില്ല. കാര്യം നമുക്ക് കുറേ സ്പെക്കുലേഷൻസ് പറയാം, അങ്ങനെ നടക്കുമായിരിക്കും, ഇങ്ങനെ നടക്കുമായിരിക്കും, അങ്ങനെ നടന്നാൽ ഇങ്ങനെ നടക്കും എന്നുള്ള രീതിയിലൊക്കെ പറയാനുള്ളതല്ലാതെ ഒരു ഡെഫിനറ്റ് കൺക്ലൂഷനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്നൊരു കാര്യം പറയാൻ ഇപ്പം UFC-ക്ക് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചുമ്മാ അതും ഇതും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അന്നേരം അതൊക്കെ കൊണ്ട് ഞാനും ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അന്നേരം ഈ JDM വേഴ്സസ് ബിലാൽ മുഹമ്മദ് ഫൈറ്റിന്റെ ഔട്ട്കം അനുസരിച്ചിരിക്കും, അതിന് ആര് ജയിച്ചു കഴിഞ്ഞാലും അതനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. ഇതുവരെയുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ആകാശം ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ഗോട്ടായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിന് വെൽറ്റർ വെയിറ്റിൽ പോകണം, അടുത്തൊരു ഡബിൾ ചാമ്പ്യൻ ആവണമെന്ന് ഇസ്ലാം ആകാശിന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഹിൻഡ്രൻസ് ആയിട്ട്, അതിന് തടസ്സമായിട്ട് അവിടെ ബിലാൽ മുഹമ്മദ് അവിടെ കയറിയിരിക്കുക. കാര്യം വെൽറ്റർ വെയിറ്റ് ബെൽറ്റ് ഹോൾഡ് ചെയ്യുന്ന ബിലാൽ മുഹമ്മദ് ആയിരുന്നു. പക്ഷേ ബിലാൽ മുഹമ്മദ് ഒരിക്കലും ഇസ്ലാം ആകാശിനെ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ബ്രദർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ഇസ്ലാം ആകാശൻ ശരിക്കും ഇസ്ലാം ആകാശിന് ബിലാലിനെ ഫൈറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബിലാൽ ഇതുപോലെ ഖബീബിന്റെ സപ്പോർട്ട് ഉണ്ട്, അതൊക്കെ കൊണ്ട് തന്നെ ബിലാൽ ഇതുപോലെ ഞാൻ മക്കാശിനെ ഫൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഇലിയട്ടപ്പുരിയെ ഫെദർ വെയിറ്റ് ടൈറ്റിൽ കളഞ്ഞിട്ട് ലൈറ്റ് വെയിറ്റിൽ വന്ന് കയറി. അതായത് ഇലിയ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UFC ബെൽറ്റ് പ്രോമിസ് ചെയ്തു, ടൈറ്റിൽ ഷോട്ട് പ്രോമിസ് ചെയ്തു. അങ്ങനെ ആ ഒരു ഉറപ്പിന്റെ പുറത്ത് ഫെദർ വെയിറ്റ് ടൈറ്റിൽ വെക്കേറ്റ് ചെയ്തിട്ട് ലൈറ്റ് വെയിറ്റിൽ വന്ന് കയറി ഇലിയട്ടപ്പുരിയ. അന്നേരം UFC സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു വാല്യുബിൾ ചാമ്പ്യനാണ് ഇലിയട്ടപ്പുരിയ. അങ്ങനെ ഇലിയട്ടപ്പുരിയ ചുമ്മാ ഇഗ്നോർ ചെയ്ത് കളയത്തില്ല. മാത്രമല്ല ആ ഒരു ടൈറ്റിൽ വെക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ശരിക്കും ടൈറ്റിൽ ഷോട്ട് കൊടുക്കും. പക്ഷെ അത് ആർക്കെതിരെ കൊടുക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു പിന്നെ ഡിസ്കഷൻ. ഇലിയട്ടപ്പുരിയ കണ്ടിന്യൂസ്ലി മകാശിനെ വെല്ലുവിളിക്കുന്നു, എന്നാൽ മകാശിന്റെ ടീം അത് കൊടുക്കുന്നുമില്ല. അതായത് ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഇസ്ലാം ആകാശ് വേഴ്സസ് ഇലിയട്ടപ്പുരിയെ കുറിച്ച് വീഡിയോ ചെയ്തായിരുന്നു. അതായത് ചിലപ്പം ഇലിയട്ടപ്പുരിയ വേഴ്സസ് ഇസ്ലാം ആകാശം നടന്നേക്കും എന്ന റൂമേഴ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവർ രണ്ടുപേരും തോക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് അതിന് ഇവർ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു ഫൈറ്റ് ചിലപ്പോൾ നടന്നേക്കും എന്നൊരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ ഈ വെൽറ്റർ വെയിറ്റിലേക്ക് ഇസ്ലാം ആകാശിന് ഉടനെ ഒന്നും പോകാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക്, ബിലാൽ മുഹമ്മദ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വെൽറ്റർ വെയിറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും, മാത്രമല്ല ഇസ്ലാം ആകാശ് വെൽറ്റർ വെയിറ്റ് പോകുന്നതിന് മുമ്പ് എന്തായാലും ലൈറ്റ് വെയിറ്റിൽ ഒന്നുകൂടി ഫൈറ്റ് ചെയ്തേക്കും എന്ന റൂമേഴ്സും കൂടെ ഇങ്ങനെ വന്നേ. പിന്നെ ശരിക്കും ഞാൻ ഈ ഒരു ഫൈറ്റിന് വേണ്ടി റൂട്ടിംഗ് ആയിരുന്നു. അതായത് ഇസ്ലാം ആകാശ് വേഴ്സസ് ഇലിയട്ടപ്പുരിയ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അങ്ങനെ ഒരു ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ UFC ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇവന്റ്സ് ആയിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ആ ഒരു ഫൈറ്റ് നടന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു ബിലാൽ മുഹമ്മദ് വേഴ്സസ് JDM മാച്ചിനനുസരിച്ചിരിക്കുമായിരുന്നു. കാര്യം ബിലാൽ മുഹമ്മദ് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ ഇസ്ലാം ആകാശം എന്തായാലും വീണ്ടും വെൽറ്റർ വെയിറ്റ് കയറാൻ പറ്റത്തില്ല, ലൈറ്റ് വെയിറ്റിൽ തന്നെ നിൽക്കേണ്ടി വരും. അന്നേരം മിക്കവാറും ഇലിയട്ടപ്പുരിയ വേഴ്സസ് ഇസ്ലാം ആകാശ് ഫൈറ്റ് നടക്കുകയും ചെയ്യും. എന്നാൽ ബിലാൽ മുഹമ്മദ് തോറ്റു കഴിഞ്ഞാൽ ഇസ്ലാം ആകാശിന് കോൺഫിഡന്റ് ആയിട്ട് വെൽറ്റർ വെയിറ്റ് കയറുകയും ചെയ്യാം. ഇലിയട്ടപ്പുരിക്ക് വേറെ ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ ഷോട്ട് കൊടുക്കുകയും ചെയ്യും. അതിന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് മൊത്തത്തിൽ ഗ്രിഡ് ലോക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇലിയട്ടപ്പുരിക്ക് ടൈറ്റിൽ കൊടുക്കുമെന്നും പറയുന്നു, എന്നാൽ അത് ആർക്കെതിരെയൊന്നും പറയുന്നില്ല. എന്നാൽ ഇസ്ലാം ആകാശിന് ഇലിയട്ടപ്പുരിയെ ഫൈറ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ല, എന്നാൽ ഇസ്ലാം ആകാശ് ചാമ്പ്യനുമാണ്. അന്നേരം ഇലിയട്ടപ്പുരിക്ക് എങ്ങനെ ടൈറ്റിൽ ഷോട്ട് കിട്ടും? അന്നേരം മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഗ്രിഡ് ലോക്കിൽ കിടന്നതാണ്. അങ്ങനെ എൻ്റെ ഒരു കാര്യങ്ങളും നിശ്ചയിക്കുന്ന ഒരു ഫൈറ്റ് ആയിരുന്നു JDM വേഴ്സസ് ബിലാൽ മുഹമ്മദ്. ശരിക്കും ഈ ഒരു ഫൈറ്റിന്റെ കാര്യം പറയുമ്പോൾ കുറച്ച് തമാശയാണ്. കാര്യം ഇപ്പം ബിലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഖബീബിന്റെ സൈഡിൽ വരുന്ന ആളാണല്ലോ. അതായത് ഒരു ഖബീബ് ക്യാമ്പി വരുന്നില്ലെങ്കിൽ പോലും ഒരു ഖബീബിന്റെ സൈഡിൽ നിൽക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ടിപ്പിക്കലി ഈ ഖബീബ് ഫാൻസും അല്ലെങ്കിൽ ആ ഒരു ഡാഗിസ്ഥാൻ സൈഡ് പിടിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ബിലാലിനെ സപ്പോർട്ട് ചെയ്യും ഒബിയസ്ലി. അതായത് ഇത്രയും നാളും അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ബിലാലിന്. പക്ഷെ ഈ ഒരു ഫൈറ്റിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് നേരെ പോളർ ഓപ്പോസിറ്റ് ആയി, നേരെ ആൾക്കാർ ഫ്ലിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. അതായത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്വിറ്ററിലൊക്കെ ഇതുപോലെ ടിപ്പിക്കലി ഈ കുറെ അക്കൗണ്ടുകളുണ്ട്. അതായത് ഇവരുടെയൊക്കെ ബയസ് നമുക്കറിയാം. ചിലർ ഭയങ്കര ഇലിയ ഫാൻസ് ആയിരിക്കും, ചിലർ ഭയങ്കര കോർണർ ഫാൻസ് ആയിരിക്കും, ചിലർ ഭയങ്കര ഈ പറയുന്ന ഡാഗിസ്ഥാൻ ഫാൻസ് ആയിരിക്കും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഈ ഒരു ഫൈറ്റിന്റെ കാര്യം വന്നപ്പോഴേക്കും നേരെ തിരിഞ്ഞ് അപ്പുറം പോയി. അതായത് ഇത്രയും നാളും ഈ ഒരു ഖബീബ് സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാവരും നേരെ JDMന് വേണ്ടി റൂട്ട് ചെയ്യുന്നത് കണ്ടു, അതായത് ബിലാലിനെതിരെ സംസാരിക്കുന്നത് കണ്ടു. എന്നാൽ മറ്റേ സൈഡാണെങ്കിൽ ബിലാൽ ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലും പറയുന്നത് കേട്ടു. അതിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഡാഗിസ്ഥാൻ ഫാൻസ് എല്ലാം നേരെ മകാശന്റെ സൈഡ് പിടിച്ചു. കാര്യം ബിലാൽ ജയിച്ചു കഴിഞ്ഞാൽ മകാശന്റെ ഡബിൾ ചാമ്പ്യൻ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വെൽറ്റർ വെയിറ്റ് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നേരെ എല്ലാവരും കൂടെ വന്നിട്ട് ബിലാൽ തോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. എന്നാൽ ഇലിയട്ടപ്പുരിയ ഫാൻസ് ആവട്ടെ, അതുപോലെ തന്നെ ഡാഗിസ്ഥാൻ ഹേറ്റേഴ്സ് ആവട്ടെ, ഇവരെല്ലാം കൂടെ നേരെ വന്ന് ബിലാലിന്റെ സൈഡും പിടിക്കായിരുന്നു. ബിലാൽ ഒന്ന് ജയിച്ചിരുന്ന കൊള്ളായിരുന്നു. കാര്യം ബിലാൽ ജയിച്ചാൽ മാത്രമേ ഇലിയട്ടപ്പുരിയ വേഴ്സസ് ഇസ്ലാം ആകാശ് കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ. അത് മൊത്തത്തിലൊരു ഫണ്ണി സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കൺഫ്യൂസ് സിറ്റുവേഷൻ ആയിരുന്നു. അന്നേരം അങ്ങനെ ഇപ്പം എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു. ഈ ഒരു ഫൈറ്റിൽ എന്തായാലും ബിലാൽ മുഹമ്മദിന്റെ റൺ അവിടെ തീർന്നു. ഇനി ബിലാൽ മുഹമ്മദിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാര്യം ഇസ്ലാം ആകാശം എന്തായാലും ഉറപ്പിച്ചു ഇനി വെൽറ്റർ വെയിറ്റ് പോകുന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. അന്നേരം ബിലാൽ മുഹമ്മദ് ഇനി എന്ത് ചെയ്യും? ഇനി ഇസ്ലാം ആകാശ് JDMനെ തോപ്പിച്ച് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ ബിലാൽ മുഹമ്മദ് ഇനി ചാമ്പ്യൻ ആവാൻ പറ്റത്തില്ലല്ലോ. ഇസ്ലാമിനെ ഫൈറ്റ് ചെയ്തിട്ടുള്ളതല്ലേ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോ ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം ബിലാൽ മുഹമ്മദിന് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബെസ്റ്റ് വെൽറ്റർ വെയിറ്റ് ആവണം എന്നൊക്കെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിലാൽ മുഹമ്മദ്. പക്ഷേ ഇനി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എസ്പെഷ്യലി ഇസ്ലാം ആകാശ് ജയിച്ചു കഴിഞ്ഞാൽ.
അതോ ഇനി ഇസ്ലാം മഖാച്ചെവിനെതിരെ വരുന്ന ചലഞ്ചുകളൊക്കെ തീർത്ത് അവിടെ ഇരിക്കാനാണ് ബിലാൽ മുഹമ്മദിന്റെ പ്ലാൻ എന്നോ നമുക്ക് അറിയത്തില്ല. എന്തായാലും അതൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതിന് പിക്ചർ ഏറെക്കുറെ ക്ലിയർ ആയി. ഇപ്പൊ ലൈറ്റ് വെയിറ്റിലെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയ ടൊപ്പുരിയ വേഴ്സസ് ചാൾസ് ഒലിവേര ഫോർ ദ ടൈറ്റിലിന് വേണ്ടിയിട്ട് ചാൾസ് ഒലിവേരയായിട്ട് ഇസ്ലാം മഖാച്ചെവിനെ ടൈറ്റിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്തു, അല്ലെങ്കിൽ മഖാച്ചെ വെക്കേറ്റ് ചെയ്തു, സ്ട്രിപ്പ് ചെയ്തു. അത് ഇതറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി, ഇസ്ലാം മഖാച്ചെവിനെ ടൈറ്റിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്തോ? അന്നേരം എന്തായാലും ഇസ്ലാം മഖാച്ചെവിന് ഈ പറയുന്ന സൈമൾട്ടേനിയസ് ഡബിൾ ചാമ്പ് ആവാൻ പറ്റത്തില്ല. നേരത്തെ ഡിയോഗോ ലോപ്പസ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു, UFC ഇനി സൈമൾട്ടേനിയസ് ഡബിൾ ചാമ്പ്സിനെ ഇനി അങ്ങനെ അനുവദിക്കത്തില്ല, 2 ഡിവിഷൻ ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. കാരണം നമ്മൾ അന്നത് ചുമ്മാതാന്ന് കരുതിയിരുന്നു, പക്ഷെ പിന്നീട് അത് റിയാലിറ്റി ആണെന്ന് തോന്നുന്നു. അതായത് ഇപ്പം ഇലിയ ടൊപ്പുരിയ ലൈറ്റ് വെയിറ്റിലേക്ക് കയറി വന്നപ്പം ടൈറ്റിൽ സ്ട്രിപ്പ് ചെയ്തല്ലോ, അല്ലെങ്കിൽ ടൈറ്റിൽ വെക്കേറ്റ് ചെയ്തല്ലോ. അതിനിപ്പം വെൽറ്റർ വെയിറ്റിലേക്ക് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്ലാം മഖാച്ചെവിനെ ഇപ്പം ടൈറ്റിൽ സ്ട്രിപ്പ് ചെയ്തു. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമായി. കാര്യം ഇത്രയും ഡോമിനന്റ് ആക്റ്റീവ് ചാമ്പ്യനാണ് ഒറ്റയടിക്ക് സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വിഷമാവാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ദേഷ്യം വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ജോൺസ് ഇപ്പോഴും ചാമ്പ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഇത്രയും ഡൊമിനന്റ് ആയിട്ടുള്ള ഇസ്ലാം മഖാച്ചെവിനെ സൈമൾട്ടേനിയസ് ഡബിൾ ചാമ്പ് ആവാൻ UFC സമ്മതിച്ചില്ല. ഒരു സൈമൾട്ടേനിയസ് ഡബിൾ ചാമ്പ് ആയിക്കഴിഞ്ഞാൽ ഇസ്ലാം മഖാച്ചെവിന്റെ ഗ്രാഫ് കൂടുന്ന ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് സമ്മതിച്ചില്ല. ഈ പറയുന്ന വെൽറ്റർ വെയിറ്റ് പോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇസ്ലാം മഖാച്ചെവിനെ ടൈറ്റിലിനെ സ്ട്രിപ്പ് ചെയ്തു. പക്ഷെ ജോൺ ജോൺസിനെ സ്ട്രിപ്പ് ചെയ്യുന്നില്ല. ജോൺ ജോൺസിനെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. ജോൺ ജോൺസ് 2023 മാർച്ചിലാണ് ചാമ്പ്യൻ ആയത്, 2 വർഷം കഴിഞ്ഞു. ടോമസ് പിന്നർ 2023 നവംബറിൽ ഇന്ററിം ചാമ്പ്യനായി. അത് കഴിഞ്ഞിട്ട് ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്ത് ആരെയാ? റിട്ടയർ ആയി നിൽക്കുന്ന സ്റ്റീപ്പെ മിയോസിച്ചിനെ ലെഗസി ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ടോമസ് പിന്നറിനെ ഡക്ക് ചെയ്തുകൊണ്ട് നടക്കുക. ഇത്രയും ഇന്നാക്റ്റീവ് ആയിട്ടൊരു ജോൺ ജോൺസിനെ ടൈറ്റിലിനെ സ്ട്രിപ്പ് ചെയ്യുന്നില്ല. ഇത്രയും ആ ഒരു ഡിവിഷനെ തന്നെ ബാക്കി എല്ലാ ഡിവിഷനിലും മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക, ഇത്രയും റിച്ച് ആയിട്ടുള്ള ടാലന്റ് കയറി വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഹെവി ഡിവിഷൻ തന്നെ കംപ്ലീറ്റ് സ്റ്റാഗ്നായിട്ട് നിൽക്കുക. ഇപ്പൊ ഹെവി വെയിറ്റിൽ ഒരു ടാലന്റും ഇല്ല, മൊത്തത്തിൽ ബോറിംഗ് ആയിട്ട് നിൽക്കാതെ കുഴപ്പമില്ല. ഇപ്പൊ ടോമസ് പിന്നറിന്റെ കൂട്ടർ ഇത്രയും ടാലന്റ് ആയിട്ടൊരു ഹെവി വെയിറ്റ് അവിടെ നിൽക്കുക, പക്ഷെ ടോമസ് പിന്നറിന്റെ കൂടെ കരിയർ റൂൺ ചെയ്ത് കളയുക. അതിന് ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ജോൺ ജോൺസിനെ UFC കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുക, ഇപ്പം ചാമ്പ്യനായിട്ട് എന്തോന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ വിടുക. പക്ഷേ ഇസ്ലാം മഖാച്ചെവിനെ പറഞ്ഞ സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇന്നലെ UFC 317, 319 ഫൈറ്റ്സ് ഒക്കെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ ആരാണ്ട് ജോൺ ജോൺസിന്റെ കാര്യം ചോദിച്ചു, ജോൺ ജോൺസ് സസ്പെൻഷന്റെ കാര്യം ചോദിച്ചു. അന്നേരം ഡാന് പിന്നെയും പറയാ ജോൺ ജോൺസ് സസ്പെൻഷൻ ഫൈറ്റ് നടക്കുമെന്ന്. John Jones versus the heavyweight fight will happen. ഒന്ന് ആലോചിച്ച് നോക്കേ, ആ ഫൈറ്റ് നടക്കുമെന്ന് ഇപ്പോഴും ഡാന പറയുക. ഒരു കാലത്ത് അത് നടക്കാൻ പോകുന്നില്ല. എനിക്കറിയത്തില്ല ജോൺ ജോൺസിന് എന്തിനാണ് ഡാനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് വേറെ പല സംശയങ്ങളുണ്ട്. ഈ ജോൺസ് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഡാനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ എന്തായാലും ഭയങ്കര കഷ്ടമുള്ള കാര്യം, ഇസ്ലാം മഖാച്ചെവിനെ ടൈറ്റിൽ സ്റ്റെപ്പ് ചെയ്തിട്ട് ജോൺ ജോൺസിനെ അവിടെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് ജോൺ ജോൺസിനൊക്കെ ആൾക്കാർ എന്ത് കണ്ടിട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോൺ ജോൺസ് ഇപ്പോൾ കറന്റ് എന്തോ ചെയ്യുന്നത്? ജോൺ ജോൺസ് തായ്ലൻഡിലുണ്ട്, അവിടുത്തെ ലേഡി ബോയ്സിന്റെ പുറകെ നടപ്പാണ് ജോൺ ജോൺസ്. എന്തായാലും ഇപ്പം കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇലിയ ടൊപ്പുരിയ വേഴ്സസ് ഒലിവേര ലൈറ്റ് വെയിറ്റ് ടൈറ്റിലിന് വേണ്ടിയിട്ട്, ഇസ്ലാം മഖാച്ചെവ് വേഴ്സസ് JDM വെൽറ്റർ വെയിറ്റ് ടൈറ്റിലിന് വേണ്ടിയിട്ട്. അന്നേരം ഈ ലൈറ്റ് വെയിറ്റ് ടൈറ്റിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇലിയ ടൊപ്പുരിയ വേഴ്സസ് ഒലിവേര ജയിക്കുമെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒലിവേരയുടെ സ്ട്രോങ് ഏരിയ ഗ്രാപ്ലിംഗ് ആണ്. ഇലിയ ടൊപ്പുരിയ നല്ല ഒന്നര റെസ്ലറാണ്. ഒലിവേരയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒലിവേരയുടെ ചിഹ്നാണ്. ഏത് ഇടി കൊണ്ടു കഴിഞ്ഞാലും ഒലിവേര നേരെ മലന്ന് കിടന്നിട്ട് ആ ഒരു പൊസിഷനിലേക്ക് പോകുന്ന കാണാം. അന്നേരം ഇസ്ലാം മഖാച്ചെവിനെ ഫൈറ്റ് ചെയ്തപ്പോഴും ഇതുപോലെ നല്ലൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഒലിവേര അങ്ങനെ വീഴും. എന്നാൽ ഇലിയ ടൊപ്പുരിയയുടെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുമ്പോഴും ആ ഒരു ഹെവി ഹാൻഡാണ്, ആ ഒരു നോക്കൗട്ട് പവറാണ്. അന്നേരം ഒറ്റ ഇടിക്ക് ഒലിവേര വീഴും എന്ന് വെച്ചാൽ ഒലിവേര നല്ല ഹിറ്റബിളാണ്. ഒലിവേര 6 ഇടി കൊണ്ടാലും വീഴും, എല്ലാവരുടെയും ഇടി കിട്ടുകയും ചെയ്യും. അങ്ങനെ സിറ്റുവേഷനിൽ ഇലിയ ടൊപ്പുരിയയുടെ കയ്യിൽ ഹിറ്റ് ഇന്നോവേറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒലിവേര ഒറ്റയടിക്ക് വീഴുമോ, അതോ ഈ പറയുന്ന നേരെ ആ ഒരു പൊസിഷനിലേക്ക് പോയി മലത്ത് വീഴുമ്പോഴത്തേക്ക് ഇലിയെ ഫോളോ അപ്പ് ചെയ്തിട്ട് ബാക്കി ഹാമർ ഫിസ്റ്റ് ചെയ്യാനും എടുക്കണം. അന്നേരം ഇനി എങ്ങനെ ഫിനിഷ് ആവും എന്നുള്ള കാര്യത്തിലെ ആൾക്കാർക്ക് ഡൗട്ടുള്ളൂ. അന്നേരം അങ്ങനെ സിറ്റുവേഷനിലാണ് മിക്കവാറും ഇലിയ ടൊപ്പുരിയ ചാമ്പ്യനാവും, അല്ലെങ്കിൽ വല്ല അത്ഭുതം അങ്ങനെ നടക്കണം. എന്തായാലും ഇലിയ ടൊപ്പുരിയ മിക്കവാറും ചാമ്പ്യനാവും, ലൈറ്റ് വെയിറ്റിലെ ചാമ്പ്യനാവും. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് വെയിറ്റിലെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇസ്ലാം മഖാച്ചെവ് ഫാൻസ് ഒക്കെ ആഗ്രഹിച്ചാലും മിക്കവാറും അർമാൻ വേഴ്സസ് ഇലിയ ഫൈറ്റ് നടക്കുകയും ചെയ്യും. പക്ഷേ എനിക്കെന്തോ തോന്നുന്നു ഇസ്ലാം മഖാച്ചെവിനേക്കാളും വലിയ ഒപ്പോണന്റ് ഇലിയയ്ക്ക് അർമാനാണ്. കാരണം ഇസ്ലാം മഖാച്ചെവ് വേഴ്സസ് ഇലിയ ടൊപ്പുരിയ ഫൈറ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇലിയ ടൊപ്പുരിയയ്ക്ക് വേണമെങ്കിൽ ആ ഒരു നോക്കൗട്ട് ബ്ലോ കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ, ഇസ്ലാം മഖാച്ചെവിനെ വേണമെങ്കിൽ തോപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അർമാൻ ഇത്രയും ഒരു ഹെവി റെസ്ലറാണ്, ഗ്രാപ്ലറാണ്. അന്നേരം എനിക്കെന്തോ അർമാൻ വേഴ്സസ് ഇലിയ ടൊപ്പുരിയ ഫൈറ്റിൽ അർമാൻ ഇലിയ ടൊപ്പുരിയ തോപ്പിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അന്നേരം അർമാൻ ആയിരിക്കാം ഒരു പക്ഷേ ഇലിയയുടെ ഏറ്റവും വലിയ ഒപ്പണന്റ്. അത് കഴിഞ്ഞിട്ട് ഇസ്ലാം മഖാച്ചെവിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെൽറ്റർ വെയിറ്റിൽ ശരിക്കും ഇപ്പം ഭയങ്കര ടാലന്റ് റിച്ച് ആണ് വെൽറ്റർ വെയിറ്റ്. അതിന് ഇപ്പം ശരിക്കും വെൽറ്റർ വെയിറ്റിൽ ഇസ്ലാം മഖാച്ചെവിന്റെ ഏറ്റവും ഈസിയർ ഒപ്പണന്റ്, അതായത് കമ്പാരിറ്റീവ്ലി ഈസിയർ ഒപ്പണന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് JDM മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് എന്തായാലും പറയാം ഞാൻ. അന്നേരം JDM വേഴ്സസ് ഇസ്ലാം മഖാച്ചെവിന്റെ കാര്യം
പിന്നീട് പറയാം അതിനെ പറ്റിയിട്ട്. എന്തായാലും ഫൈറ്റ് ഒന്ന് കൺഫേം ആവട്ടെ. പിന്നെ ഇതുപോലെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു കാര്യം, ഇലിയ ടൊപ്പുരി വേഴ്സസ് ഇസ്ലാം മഖാച്ചി ഫൈറ്റ് ഇനി നടക്കുമോ, ഈ ഒരു സൂപ്പർ ഫൈറ്റ് ഇനി നടക്കുമോ എന്നുള്ള കാര്യമാണ്. ഇസ്ലാം മഖാച്ചി ഇനി ലൈറ്റ് വെയിറ്റിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യം ഇപ്പം ഇസ്ലാം മഖാച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹ്യൂജ് ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ലൈറ്റ് വെയിറ്റ് ഡിവിഷനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരാളാണ്. ബേസിക്കലി ഒരു വെയിറ്റ് പുള്ളി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ സൈസുള്ള ആളാണ് ഇസ്ലാം മഖാച്ചി. പിന്നെ അതുപോലത്തെ വെയിറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇസ്ലാം മഖാച്ചി ലൈറ്റ് വെയിറ്റിൽ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഇസ്ലാം മഖാച്ചിന്റെ ഒരു നാച്ചുറൽ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു വാക്കർ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 185 താഴെയാണ്. അത് തന്നെ ഇസ്ലാം മഖാച്ചി അത്രയും കൺട്രോൾ ചെയ്ത് ആ ഒരു വെയിറ്റ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. കാര്യം അതിനപ്പുറത്തേക്ക് ഒരു മറ്റേ നമ്മുടെ പാഡി ബിൽഡിലൊക്കെ ചെയ്യുന്ന പോലത്തെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം മഖാച്ചിന് അതിന് താഴേക്ക് വെയിറ്റ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മഖാച്ചി ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അന്നേരം ഈ വെൽറ്റർ വെയിറ്റിലേക്ക് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വെൽറ്റർ വെയിറ്റിലുള്ള ഫൈറ്റേഴ്സ് മിക്കവാറും എല്ലാവരും ഒരു അറൌണ്ട് 200 പൗണ്ട് വെയിറ്റ് ഉള്ളവരാണ്. ഒരു 190+ വെയിറ്റ് ഉള്ള ആൾക്കാരാണ് മിക്ക വെൽറ്റർ വെയിറ്റുകളും. അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇസ്ലാം മഖാച്ചിന് എന്തായാലും ആ വെൽറ്റർ വെയിറ്റ്സിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് പുട്ട് ഓൺ ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ഈ ഒരു സൈമൾട്ടേനിയസ് ഡബിൾ ചാമ്പൊന്നും ഇനി ആവാൻ പറ്റത്തില്ലല്ലോ. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ഡിവിഷനിലും കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മഖാച്ചി എന്തായാലും കൂടുതൽ വെയിറ്റ് പുട്ട് ഓൺ ചെയ്തിട്ട് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂട്ടാൻ നോക്കും. കാരണം അതുകൊണ്ട് തന്നെ വെയിറ്റ് ഇനിയും കൂട്ടുമ്പോഴത്തേക്കും ആ ഒരു ലെവൽ ഒരു 190+ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇസ്ലാം മഖാച്ചി ഇനി എന്തായാലും കട്ട് ചെയ്തിട്ട് തിരിച്ച് ലൈറ്റ് വെയിറ്റ് കയറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഖാച്ചി നടത്തുന്ന വെയിറ്റ് കട്ട് എന്ന് പറയുമ്പോഴത്തേക്കില്ല ഭയങ്കര വെയിറ്റ് കട്ട്, അല്ല മരണ വെയിറ്റ് കട്ടാണ് പുള്ളി നടത്തുന്നത്. അല്ല പഴയ മഗ്രഗോറിന്റെ കൂടി ഡെത്ത് പോലെ മഖാച്ചി ഇരിക്കുന്നത്. അന്നേരം ഇനി ഈ പറഞ്ഞ വെൽറ്റർ വെയിറ്റിലും കൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ലൈറ്റ് വെയിറ്റിലേക്ക് 155 വെയിറ്റ് കട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഏറെ ഇമ്പോസിബിൾ ആയിട്ട് മാറും. കാരണം അതുകൊണ്ട് തന്നെ പെർമനന്റ്ലി വെൽറ്റർ വെയിറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വെയിറ്റ് കട്ട് ചെയ്തിട്ട് തിരിച്ച് ലൈറ്റ് വെയിറ്റിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അത് മാത്രമല്ല, ഇപ്പം മഖാച്ചി വെൽറ്റർ വെയിറ്റ് പോയിട്ട് JDMനോട് തോക്കെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വന്ന് ലൈറ്റ് വെയിറ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറെ കൂടെ നാണക്കേടിനെ ഒരു കാര്യമാണ്. കാര്യം ആൾക്കാർ പറയും ഇപ്പം സെയിം സൈസ് ആൾക്കാരോട് പോയി തോറ്റിട്ട് വീണ്ടും സ്മോളർ കേസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെയിറ്റ് വന്നേക്കാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും. അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു ലൈറ്റ് വെയിറ്റേക്കുള്ള റിട്ടേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അന്നേരം ഇലിയ വേഴ്സസ് ഇസ്ലാം ഫൈറ്റ് നടക്കും എന്നുള്ള കാര്യം ഈ ലൈറ്റ് വെയിറ്റിൽ ഇനി എന്തായാലും നടക്കത്തില്ല. ഇനി പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇലിയ ടൊപ്പുരിക്ക് ഓൾറെഡി ഈ ഒരു ട്രിപ്പിൾ ചാമ്പ് ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ട്രിപ്പിൾ ചാമ്പ് അംബീഷൻ ഇലിയ ടൊപ്പുരിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കരിയർ സ്പീഡ് റൺ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേരം ഈ ഒരു ഇലിയ ടൊപ്പുരി വേഴ്സസ് ഇസ്ലാം മഖാച്ചിന്റെ ഇനി ഒരു പോസിബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലിയ ടൊപ്പുരി ലൈറ്റ് വെയിറ്റിലെ ചാമ്പ്യനായിട്ട് നിൽക്കുന്നു, ഇസ്ലാം മഖാച്ചി വെൽറ്റർ വെയിറ്റിലെ ചാമ്പ്യനായിട്ട് നിൽക്കുന്നു. ഇലിയ ടൊപ്പുരി ആൾറെഡി പറയുന്നുണ്ട് ഇസ്ലാം മഖാച്ചി എന്നെ പേടിച്ചിട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ ഇലിയ ടൊപ്പുരി പറയുന്നുണ്ട്. അതായത് ഇലിയ ടൊപ്പുരി ആൾറെഡി പറയുന്നുണ്ട് ഇപ്പം ഇസ്ലാം മഖാച്ചിനെ ഫൈറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ഇസ്ലാം മഖാച്ചി പേടിച്ചിട്ട് വെൽറ്റർ വെയിറ്റിൽ പോയി. അതുകൊണ്ട് ഇപ്പോൾ ഒലിവേരെ ഫൈറ്റ് ചെയ്യാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഇലിയ ടൊപ്പുരി പറയുന്നുണ്ട് ആൾറെഡി. അന്നേരം പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇലിയ ടൊപ്പുരി ലൈറ്റ് വെയിറ്റിലെ ചാമ്പ്യൻ ആവുന്നു, മഖാച്ചി വെൽറ്റർ വെയിറ്റിലെ ചാമ്പ്യൻ ആവുന്നു. അന്നേരത്തേക്ക് ഇലിയ ടൊപ്പുരി വീണ്ടും ഈ ഒരു സംഭവം ഇഗ്നൈറ്റ് ചെയ്യുകയാണെങ്കിൽ, വീണ്ടും കത്തിക്കുകയാണെങ്കിൽ ആൾക്കാർ വീണ്ടും പ്രഷറൈസ് ചെയ്യും. അതായത് ഈ ഒരു സൂപ്പർ ഫൈറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ കാണണമെന്ന് വീണ്ടും പറയും. അന്നേരം UFC എന്ത് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു അവർക്കത് നടത്താൻ പറ്റും. അന്നേരം ഇവർ തമ്മിലുള്ള വെൽറ്റർ വെയിറ്റ് ചാമ്പ്യൻ വേഴ്സസ് ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ഒരു സൂപ്പർ ഫൈറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നടത്താൻ പറ്റും. അതിന് ഹൈപ്പോത്തറ്റിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇലിയ ടൊപ്പുരി വീണ്ടും ചാടി വെൽറ്റർ വെയിറ്റിലോട്ട് പോകും. കാര്യം ഈ ഒരു ട്രിപ്പിൾ ചാമ്പ് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആണല്ലോ ഇലിയ ടൊപ്പുരിക്ക്. കാര്യം ട്രിപ്പിൾ ചാമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ആർക്കും എത്തിപ്പെടാത്തൊരു ലെഗസിയിലേക്ക് ഇലിയ ടൊപ്പുരി എത്തുമല്ലോ. അതുകൊണ്ട് ഇലിയ ടൊപ്പുരി എന്തായാലും ചാടി വെൽറ്റർ വെയിറ്റിലോട്ട് പോകും. അങ്ങനെ ഇലിയ ടൊപ്പുരി വേഴ്സസ് ഇസ്ലാം മഖാച്ചി വെൽറ്റർ വെയിറ്റിലെങ്ങാനും നടക്കുകയാണെങ്കിലേ ഉള്ളൂ ചാൻസ് എന്ന് പറയാം. അങ്ങനെ ആ ഒരു ചാൻസ് കംപ്ലീറ്റ്ലി തള്ളിക്കളയൊന്നും വേണ്ട, കാര്യം അതൊക്കെ നടന്നേക്കാം. ബട്ട് എങ്കിലും ഒരു പോസിബിലിറ്റി എന്ന് പറയാനാണെങ്കിൽ അതേ ഉള്ളൂ. അല്ലാതെ ഇനി ഇസ്ലാം മഖാച്ചി ലൈറ്റ് വെയിറ്റിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പം ഇലിയ ടൊപ്പുരി വെൽറ്റർ വെയിറ്റിൽ ചാമ്പ്യൻ എങ്ങാനും ആയിക്കഴിഞ്ഞാൽ അന്ന് ഇലിയ ടൊപ്പുരി റിട്ടയർ ചെയ്യും. കാര്യം ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു ലെവലിലാണ് ഇലിയ ടൊപ്പുരി നിൽക്കുന്നത്. മാത്രമല്ല ഇതിനപ്പുറത്തേക്കൊന്നും അച്ചീവ് ചെയ്യാൻ ഇലിയ ടൊപ്പുരിക്കില്ല. കാര്യം ഇതൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി ഇമ്മീഡിയറ്റ്ലി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇലിയ ടൊപ്പുരി വേഴ്സസ് ചാൾസ് ഒലിവേര ജൂൺ 28 UFC 317. പിന്നെ അതുപോലെ തന്നെ ഖംസത്ത് വേഴ്സസ് DDPയും ബുക്കായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഖംസത്തിന് ടൈറ്റിൽ ഷോട്ട് കിട്ടിയിരിക്കുകയാണ്. പിന്നെ ജോൺസ് വേഴ്സസ് അസ്പെനാലിന്റെ കാര്യമാണെങ്കിൽ അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല. ജോൺസൺ ജീവനുള്ളിടത്തോളം കാലം അസ്പെനാലിനെ ഫൈറ്റ് ചെയ്യാൻ പോകത്തില്ല. ജോൺസൺ നല്ല 1.5 ഡക്കാണ്. അഥവാ ഇനി ഫൈറ്റ് അങ്ങനെ ബുക്കായി കഴിഞ്ഞാൽ പോലും കേജിനകത്തിൽ കയറിയിട്ട് വിശ്വസിച്ചാൽ മതി, ഒക്ടഗണിനകത്തിൽ കയറിയിട്ട് വിശ്വസിച്ചാൽ മതി, തലേന്ന് വീണത് ജോൺസൺ മുന്നോട്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല ഞാൻ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായല്ലോ. അന്നേരം ഇതുപോലെ എന്തോ പറ്റിയെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി മുഹമ്മദ് ഫൈസൽ ബ്രോ, പുള്ളിക്കാരൻ വിളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും താങ്ക്സ് എ ലോട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നത്. അന്നേരം എന്തായാലും അന്വേഷണങ്ങൾക്ക് നന്ദി. എന്തായാലും ഇതുപോലത്തെ ഓരോ, അതായത്
വീഡിയോസിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അതായത് സന്തോഷമാണ്, അല്ലെങ്കിൽ കുറച്ചൊരു ആവേശമാണ് അടുത്തടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും. എന്തായാലും ഇനി കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആവാം, കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുകളും കൂടെ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അതായത് കുറച്ചുകൂടെ ഒരു കാഷ്വൽ ഓഡിയൻസിനെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഹാർഡ്കോർ MMA ഫാൻസിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ പറയുന്നുള്ളൂ, പിന്നെ അല്ലാതെ കുറച്ച് ആൾക്കാരെ കൂടെ പിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നൊക്കെ സെറ്റപ്പ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.